ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിത്ര റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിഥുൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്ന മിത്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ കങ്കാരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നത് പോലെ ഇവൻ ഈ ബാഗും കൊണ്ട് നടക്കണമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മിത്ര ബാഗ് എടുത്തൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മുടെ മിത്ര ബാഗ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുറേ ഡ്രസ്സും കുറച്ച് പൈസയൊക്കെയാണ്. ആ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ മിത്രയുടെ ആ ഒരു സ്വർണം പൈസയൊക്കെ. അപ്പോൾ അവൻ ഞാൻ വാഷ്റൂമിൽ പോയ നേരത്തിന് അവനെല്ലാം കട്ടെടുത്തതാണല്ലേ എന്ന് മിത്ര ചിന്തിക്കുക. ദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ വാഷ്റൂമിലൊക്കെ പോയി നല്ല സെറ്റപ്പായിട്ടങ്ങ് ഇറങ്ങി വരുന്നു. ഒന്നും അറിയാത്തോളം മിത്ര എവിടെ നിൽക്കുക കേട്ടോ. ഓ, കുളി കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖം എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മിത്ര അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കയ്യിലെല്ലാം മറച്ചു പിടിച്ചിട്ടാണ് ചെല്ലുന്നത്. എന്താ മിത്ര, എന്താ കാര്യം എന്ന് ചോദിച്ചവൻ. അപ്പോൾ ഇതെടുത്ത് മിത്ര അവൻ്റെ നേരെ കാണിച്ചിട്ട്, പറ, എൻ്റെ ആഭരണങ്ങളും പണവും എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നത്? പറയടാ, പറ. എൻ്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തതല്ലേ നീ? അപ്പോൾ കട്ടെടുത്തതൊന്നുമല്ല. നിൻ്റെ ആഭരണം എന്ന് പറയുമ്പോൾ അത് എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? നമുക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിച്ചു. അതിനെന്താ, പണം വേണ്ടേ? ഒരു ജോലി കിട്ടുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ദുഷ്ട, ചതിയാ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതി വെച്ച ആഭരണം മോഷ്ടിച്ചെടുത്തിട്ട് നീ ന്യായം പറയാനോടാന്ന് ചോദിച്ചു. ഇവൻ്റെ ഭാവം മാറാൻ തുടങ്ങി. നീ ഇത്രയും വലിയ വഞ്ചകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്ത് വഞ്ചന? സ്ത്രീധനം എന്ന് പറയുന്നൊരു ഏർപ്പാട് എല്ലായിടത്തും ഉണ്ട് ഇല്ലേ? പെൺമക്കളുടെ കല്യാണ സമയത്ത് അച്ഛനമ്മമാർ സ്വർണവും വീടും കാറും ഒക്കെ അവർക്ക് കൊടുക്കും സമ്മാനമായിട്ട്. എന്താ, ഇതെനിക്ക് കിട്ടിയ സമ്മാനമാണ്, അങ്ങനെ ഞാനതിനെ കരുതിക്കോളാം. ഓ, ഒരു എളുപ്പമില്ല ഇതെന്ന് പറയുന്നത് കേട്ടില്ലേ അവൻ? എല്ലാം കട്ടെടുത്തിട്ട് കള്ളൻ, സ്ത്രീധനം കിട്ടിയതാണെന്ന് കരുതിക്കോളാവെന്ന് എന്നെ കൂടി പറ്റിച്ചിട്ട മിഥുൻ നടത്തിയ മോഷണം ഇത്. കൈയോടെ പിടിച്ചപ്പോൾ ഓരോ ന്യായീകരണങ്ങളല്ലേ ഇത് ചോദിച്ചു. മിത്ര ഇങ്ങനെ പറയണം. എവിടെ പോയാലും ഈ ബാഗും തൂക്കിക്കൊണ്ട് പോയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. അപ്പോൾ മോഷണമെങ്കിൽ മോഷണം. നിൻ്റെ വീട്ടിൽ നീ വാഷ്റൂമിൽ പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന സ്വർണ്ണം എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. ഇവിടെ വന്നിട്ട് അതെൻ്റെ ബാഗിലാക്കുകയും ചെയ്തു. ഇനി ഇത് എൻ്റേതാണെന്ന് പറഞ്ഞപ്പോഴേക്കും പിടിച്ചവൻ തട്ടിപ്പറിച്ച് മേടിച്ചു. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇപ്പം നീ പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലായി. ആര്യൻ പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു എന്ന് മിത്ര പറഞ്ഞപ്പം, എടി, നീ ഇവിടെ വന്നപ്പോൾ മുതൽ ആ ആര്യനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നീ അവനെ അങ്ങ് കെട്ടിക്കോ, എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം നീ ഇത് എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. ഇതെനിക്ക് അവകാശപ്പെട്ടതാ, ഇത് ഞാനും എടുക്കുകയാണെന്ന് പറഞ്ഞ് മിത്രയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് ഇവരിത് കൊണ്ടുപോകുമ്പോൾ, ഇല്ല, എന്നെ വഞ്ചിച്ചിട്ട് ഒരു പൈസ പോലും നിന്നെ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാന്ന് പറഞ്ഞ് നിന്നെ പ്രേമിച്ചതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. വിടരാ, എൻ്റെ ആഭരണം തരാൻ പറഞ്ഞുകൊണ്ട് മിത്ര. പിന്നെ പിടിയും വലിയ ഇവൻ പിടിച്ചിട്ട് നമ്മുടെ മിത്ര ഒരു താടാന്നൊക്കെ പറഞ്ഞ് മിത്ര കുറേ പിടിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല. ഇവനാണ് ജീവൻ കൊണ്ട് ഇറങ്ങി ഓടുക. അപ്പോഴത്തേക്കും അവർ ഈ ശബ്ദം കേട്ടുകൊണ്ട് നോക്കുമ്പോൾ ഇവൻ്റെ പിന്നാലെ മിത്ര ഓടുക. അപ്പം മോനെ എന്താ പ്രശ്നം എന്ന് നോക്കാൻ പറഞ്ഞ് അമ്മ നമ്മുടെ ശങ്കരനെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ കാവ്യയും അമ്മയും എല്ലാവരും കൂടെ ഇങ്ങനെ അങ്ങ് പിന്നാലെ ഓടുക കേട്ടോ. അപ്പോൾ ഇവരങ്ങ് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗുരുവായൂരപ്പ കാത്തോളണേ എന്ന് പറഞ്ഞു. ഇവൻ്റെ പുറകം മിത്ര ഓടണം റോട്ടിൽ കൂടെ. എടാ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിടത്ത് കൊണ്ടിട്ട് ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര ഇവനെ പിടിച്ചു വലിച്ചഴച്ച്. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് മിത്ര ആ സ്വർണം പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ മിത്രയെ ഇതാക്കിയിട്ട് ഇവൻ അവിടെ നിന്ന് ഓടി. അപ്പോഴേക്കും അവർ കാവ്യയും ഭർത്താവും കൂടെ ഓടി വന്നു. അവർ ഓടി വന്നിട്ട് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര ഇങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചില്ല. അപ്പോൾ ശങ്കരൻ എന്നല്ല കേട്ടോ പേര്, ശരൺ എന്നാണ്. ഒന്ന് മാറിപ്പോയി, ക്ഷമിക്കണേ. അപ്പോൾ ശരൺ വേന്ന് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് കാവ്യ പറഞ്ഞപ്പോൾ, വേണ്ട, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടുന്ന് മിത്ര ഓടുക. അപ്പോഴേക്കും ശരണും ഭാര്യയും കൂടെ അവിടെ നിൽക്കുക. കുട്ടിയെ ഓടല്ലേ, കുട്ടി നിൽക്കുന്നു പറഞ്ഞ് ഇവരും പിന്നാലെ ഓടുക. ഓടി നമ്മുടെ മിത്ര ചെന്ന് അമ്പലക്കുളത്തിലേക്ക് എടുത്ത് ഒരു ഒറ്റ ചാട്ടം എൻ്റെ കണ്ണാന്നും വിളിച്ച് അവർ ഓടിയെത്തിയപ്പോഴത്തേക്കും ആ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞു നമ്മുടെ മിത്ര. അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്നുണ്ട്. എവിടെ പോയി എന്നോർത്ത് ഇവരിങ്ങനെ നിൽക്കുക. പക്ഷേ ഇതെവിടെ പോയി എന്നോർത്ത് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൻ മിത്രയും കൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. അപ്പോഴാണ് ശരണിനും അതുപോലെ തന്നെ കാവ്യയ്ക്കും സന്തോഷമായത്. അവർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. മിത്രയെ പൊക്കിയെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ കുട്ടി വേഗത്തിൽ വരുന്നത് കണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇവളെ എനിക്ക് കൈ കിട്ടിയത്. കുളിക്കാൻ വന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുക കേട്ടോ. പക്ഷേ ആ സമയത്ത് കുളിക്കടവിലേക്ക് ആരും അങ്ങനെ വരാറില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയുടെ പിന്നാലെ വന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കണ്ണൻ പറയുക കേട്ടോ. അപ്പോഴാ ഈ കുട്ടി കുളത്തിലേക്ക് എടുത്ത് ചാടുന്നത് കണ്ടത്. പിന്നെന്താ, ഞാനും പിന്നാലെ ചാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് താമസിക്കുന്നതെന്നൊക്കെ പറയുകയാണേ നമ്മുടെ ശരണ്. കുട്ടിക്ക് എന്തോ നല്ല വിഷമമുണ്ടല്ലോ.
കുട്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഗുരുവായൂരപ്പൻ വിഷമമൊക്കെ മാറ്റിയിട്ടേ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചയക്കുമെന്ന് പറഞ്ഞു. കേട്ടോ കുട്ടി എന്ന് നമ്മുടെ കണ്ണൻ പറയാട്ടോ. അപ്പം ഇത് നന്ദന, ഞങ്ങൾ ഗുരുവായൂർ ഒന്ന് പരിചയപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ശരണം കാവ്യം പറയാം. ഇപ്പം എന്തോ ഞങ്ങൾ ഒരേ കുടുംബക്കാരായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ നമ്മുടെ നന്ദൻ, കുട്ടി എന്തിനാ ജീവൻ കളയാൻ നോക്കിയതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഒരിക്കലും മരിക്കരുതേ എന്ന് കൊതിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അന്നായിരിക്കും ഇന്നിപ്പോൾ ഈ ചെയ്ത അബദ്ധത്തെപ്പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മിത്ര നിന്ന് കരയുക. അപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എന്ന് പറയുമ്പോൾ, കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ കണ്ടില്ലേ എന്നും നന്ദൻ ചോദിക്കുവാണേ. അപ്പോൾ നമ്മുടെ മിത്ര ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കേട്ടോ. ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോയി. പോകുന്ന പോകരുത് നന്ദൻ തിരിഞ്ഞു നിന്നൊരു ചിരിയും ചിരിച്ച് അങ്ങനെ പോണേ. മിത്രയെ കൂട്ടിക്കൊണ്ട് ശരണം കാവ്യം റൂമിലെത്തി. അവർ രണ്ടുപേരും റൂമിൽ വന്നു, അമ്മയുമായിട്ടിരുന്ന് സംസാരിക്കുക. ആ സമയത്ത് നമ്മുടെ മിത്ര ഇവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാണേ. അയാൾ എൻ്റെ ഭർത്താവല്ല എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഒളിച്ചോടിയ കഥകളും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവരും ആകെ വിഷമിച്ച് പോയിട്ടോ. മിത്ര നിന്ന് ഭയങ്കര കരച്ചിലായി ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ കുട്ടി ഇങ്ങനെ കരയല്ലേ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ അറിയിക്കാം. കുട്ടി ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അതും അല്ലെങ്കിൽ ഞങ്ങളും കൂടി വീട്ടിലേക്ക് വരാം, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാക്കാം കുട്ടിയെ എന്താണെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ വേണ്ട പോലീസിൽ അറിയിക്കല്ലേ, എൻ്റെ വീട്ടിലും അറിയിക്കല്ലേ, ഞാൻ ആകെ തകർന്നു പോകും, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, എന്നെ ഒന്ന് വിട്ടാൽ മതി പ്ലീസ് എന്നും പറഞ്ഞ് അവരുടെ മുന്നിൽ കൈ കൂപ്പി യാചിക്കുക. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാമെന്നും പറഞ്ഞു. അയ്യോ അങ്ങനെ ഇവിടുന്ന് വെറുതെ എങ്ങോട്ടെങ്കിലും പോയി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കാവ്യ അന്നേരം പറഞ്ഞു. മോളിവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ആ അമ്മയും ഇങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. തൽക്കാലം മോളൊരു കാര്യം ചെയ്യുക, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ദേ ഗുരുവായൂരപ്പൻ്റെ അടുത്താ മോള് വന്നത്. മോളുടെ അവസ്ഥ ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. അതെ മോൾ ശ്രീകൃഷ്ണൻ തന്നെയാവും ആ നന്ദനെ കൃത്യസമയത്ത് അങ്ങോട്ട് അയച്ചതെന്ന് കാവ്യം പറഞ്ഞു. പിന്നെ അമ്മയും ശരണവും കൂടി അപ്പുറത്തെ റൂമിൽ കിടന്നു, ഞാനിവിടെ മിത്രയ്ക്കൊപ്പം കിടന്നോളാമെന്ന് കാവ്യ പറഞ്ഞപ്പോൾ, വേണ്ട അയ്യോ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട ഞാനിവിടെ ഉണ്ടാകും, കുട്ടിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് കാവ്യ മിത്രയെ പറഞ്ഞു വിടുക. അപ്പം ഞാനും അമ്മ അവിടെ ഉണ്ടാവും കേട്ടോ, നിങ്ങളിവിടെ റെസ്റ്റ് ചെയ്തോളാം പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ മിത്ര കാവ്യയുടെ ദേഹത്തേക്ക് കിടന്ന് വാ വിട്ട് കരയുന്നു. അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ധർമ്മൻ്റെ ഫോണിലേക്ക് നമ്മുടെ ഗോമതി വിളിക്കുക. ഗോമതി വിളിച്ചു, ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ പറ്റും ധർമ്മ, എനിക്ക് കഴിയുന്നില്ലടാ, മിത്ര നമ്മുടെ കുട്ടിയല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഇങ്ങനെ പറയുന്നു. നമ്മുടെ അനന്തേട്ടൻ്റെ മോളല്ലേ അവള്, ഇതൊക്കെ ചോദിക്കുവാണേ. അപ്പം നമ്മളെങ്ങനെ ഇത് സഹിക്കുവിടാന്നൊക്കെ. എടാ അനന്തേട്ടൻ എന്തു പറയുന്നടാന്ന് ചോദിച്ചപ്പം അവരൊക്കെ സങ്കടത്തിൽ തന്നെയാണ് ചേച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ട് ചേച്ചി സങ്കടപ്പെടരുത്, തളരരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അനന്തേട്ടനെ ഒന്ന് വിളിക്കോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി വല്ലാതെയായി. അപ്പോൾ ഗോമതിയോടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ധർമ്മം പറഞ്ഞു. ഇത് കേട്ട് ഗോമതി തകർന്നു പോയിട്ടോ, വാ പൂട്ടി പിടിച്ചത് ഗോമതി കരയുക. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഏട്ടനെ വിളിക്കണേന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോൺ അവിടെ ഇട്ടിട്ട് ഗോമതി തല തല്ലി കരയുക. അപ്പോഴേക്കും അമ്മ എന്താ പറ്റിയത്, അമ്മ കരയാതെ കാര്യം പറ അമ്മേ, എന്താ അമ്മേ കാര്യം പറ അമ്മേ, നോക്കമ്മേ, അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനു തൊട്ടടുത്ത് നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആര്യൻ വന്നിട്ട് അമ്മേ എന്താ അമ്മേ കരഞ്ഞു ചോദിച്ചു. ആ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്താ ഏട്ടനെന്ന് ചോദിച്ചപ്പം അമ്മയോട് ചോദിക്കുക. ധർമാനങ്കലിനെ വിളിച്ചിട്ട് അമ്മ ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു. ഓ അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അമ്മ ഫോൺ കട്ട് ചെയ്തത് കൊണ്ട് മാമൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു എന്ന് ആര്യൻ പറയാം. അപ്പം എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പം ആര്യൻ മീനുവിനോടും കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ മീനുവും ആകെ വല്ലാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അമ്മ എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്ന് കരയെങ്കിലും ചെയ്യേണ്ടേടാന്ന് ചോദിച്ചുകൊണ്ട് ആര്യനോട് ദേഷ്യപ്പെടുവോ ഗോമതി. എൻ്റെ ആങ്ങളെ ജീവൻ കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരയേണ്ടേടാന്ന് ചോദിച്ചുകൊണ്ട് ആ കരച്ചിൽ, എൻ്റെ ഈശ്വരാന്നും വിളിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ കരയാതെ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മീനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം. അമ്മ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം ആര്യനും ഈശ്വരാ എൻ്റെ കണ്ണാന്നും വിളിച്ചുകൊണ്ടാണ് ഭയങ്കര കരച്ചിൽ നമ്മുടെ ഗോമതി. അന്നേരം കുഞ്ഞുനാളിൽ അച്ഛനേക്കാളും അമ്മയെക്കാളും എന്നോട് വാത്സല്യം കാണിച്ചിട്ടുള്ളതും എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ളതും എൻ്റെ അനന്തേട്ടനാ. ആ അനന്തേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോടോ. കുഞ്ഞിലെ ഞാനൊന്ന് കരഞ്ഞ എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ കരയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം ഇരുന്ന് കരഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ അവിവേകം കാണിച്ചിട്ടും എന്താ അമ്മേ കാര്യം, നേരത്തെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്ന് ആരും ചോദിക്കുന്നു. ഏട്ടൻ ഇതിൽ കൂടുതൽ എന്ത് ശ്രദ്ധിക്കണമായിരുന്നാടാ നീ പറയുന്നതെന്ന് അന്നേരം ചോദിച്ചു ഗോമതി ആര്യനോട്. ഈ അവസരത്തിൽ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ആരും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, അമ്മയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞതാ, അമ്മ കരഞ്ഞ് അമ്മയുടെ ആരോഗ്യം കളയരുതെന്ന് പറഞ്ഞത് ആര്യനെന്ന് മീനു പറഞ്ഞപ്പോൾ മീനു ആര്യ
നമുക്കൊന്നങ്ങ് തിരിച്ചു പോയാലോടാന്ന് ചോദിക്കുന്നു. എനിക്കെൻ്റെ നെഞ്ച് പൊട്ടിപ്പോവാടാ, എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണണോടാ, എനിക്കിപ്പം തന്നെ എൻ്റെ ഏട്ടനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോമതി പറഞ്ഞ് കരയോ കേട്ടോ. എനിക്ക് പോയേ പറ്റൂ, ഏട്ടനെ ഒന്ന് ഫോൺ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഏട്ടനെ ഫോൺ വിളിക്കുന്നത്? എനിക്ക് ഏട്ടനെ നേരിട്ട് കാണണം, നേരിട്ട് കണ്ട് എൻ്റെ ഏട്ടനോട് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഏട്ടനെ ഞാൻ ചെന്നൊന്ന് കരഞ്ഞ് സമാധാനിപ്പിച്ചാൽ എൻ്റെ ഏട്ടൻ്റെ സങ്കടമൊക്കെ മാറുവാടാ. മക്കളെ നമുക്ക് പോവാടാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഗോമതി നിർബന്ധം പിടിക്കുന്നു. മക്കൾ മാക്സിമം പറഞ്ഞു പോവണ്ടാന്ന്, പക്ഷേ പോകാം എന്ന് മക്കൾ അവസാനം സമ്മതിക്കേണ്ടി വന്നു. എന്തായാലും ഇനി ഇവിടെ നിന്നാലും നമുക്ക് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോകണ്ട, രാവിലെ പോയാൽ മതിയെന്ന് ഗോമതി പറയാം. അങ്ങനെ ഗോമതിയുടെ തീരുമാനപ്രകാരം അവർ ആ ഒരു ഗുരുവായൂർ വിടാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ മിത്ര അവിടെ കിടന്ന മിഥുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വാ ഒത്തിപ്പിടിച്ച് കരയുന്നു. പിന്നെ ഇവൻ ആ സ്വർണം കൊണ്ട് പോകാൻ നേരത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ മിത്ര കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റിട്ട് ഒരിക്കലും ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാൻ പാടില്ല. നേരത്തെ എന്നെ നന്ദൻ എന്ന് പറയുന്ന ഒരാൾ രക്ഷിച്ചു, ഇല്ല ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും ഒരു അവസരം ഉണ്ടാകരുതെന്ന് പറഞ്ഞു മിത്ര വീണ്ടും മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ അവർ എന്താ പറയുന്നത്, നമ്മുടെ ഹരിനും അതുപോലെ ഗോമതിയും ഒക്കെ കൂടെ ഗുരുവായൂർ വിടാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അത്ഭുതം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷം നമ്മളെ തേടിയിരിപ്പുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ കഥ കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുകയാണേ.